ന്യൂനപക്ഷ വേട്ടയുടെ തുടർച്ചയാണ് FCRA നിയമ ഭേദഗതിയെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു. സന്നദ്ധ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി സാമൂഹ്യ സാമുദായിക സംഘടനകളെ ഭേദഗതി ദോഷകരമായി ബാധിക്കും. ന്യൂനപക്ഷ സമൂഹത്തെ തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിത്. യഥാർത്ഥത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത്തരം നിയമം ഇപ്പോൾ തയ്യാറാക്കിയതിൻ്റെ ഉദ്ദേശം മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന അവരുടെ പ്രവർത്തനത്തിൻ്റെ തുടർച്ചയായാണ്. പൗരത്വ ഭേദഗതി നിയമം, അതുപോലെ മതപരിവർത്തന സംരക്ഷണ നിയമം, അതിനെല്ലാം തുടർന്നാണ് ഇപ്പോൾ സന്നദ്ധ സംഘടനകൾക്കും സേവന സംഘടനകൾക്കുമെല്ലാം നാളിതുവരെ ഉണ്ടായിരുന്ന അവരുടെ പ്രവർത്തനം ഇല്ലാതാക്കാനുള്ള നടപടി സ്വീകരിക്കാൻ ഇടയാക്കുന്ന ഈ ഭേദഗതി വന്നിട്ടുള്ളത്. പാർലമെന്റിൽ പ്രതിഷേധമുയർത്താൻ കേരളത്തിൽ നിന്നുള്ള 18 UDF MPമാരും തയ്യാറായില്ലെന്നും വിമർശനമുണ്ട്. ലെവിൻ കെ വിജയനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ലെവിൻ, FCRA കേരളത്തിലാകെ ശക്തമായി പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് PK ബിജു ഇന്ന് പറഞ്ഞിട്ടുള്ളത്? ലിമിഷ, തൃശ്ശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു FCRA ഭേദഗതിക്കെതിരെ കടുത്ത വിമർശനം ഉയർത്തിയിരിക്കുന്നത്. വിദേശ സംഭാവന സ്വീകരിക്കുന്നതിലുള്ള നിയന്ത്രണം ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താനുള്ള സംഘപരിവാറിന്റെയും RSSന്റെയും നീക്കങ്ങളുടെ ഭാഗമാണ് എന്നുള്ളതാണ് PK ബിജുവിന്റെ ആരോപണം. കേരളത്തിൽ സന്നദ്ധ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി സാമൂഹ്യ സാമുദായിക സംഘടനകളെ ഭേദഗതി കാര്യമായി തന്നെ ബാധിക്കും. കേരളത്തിൽ വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ രംഗങ്ങളിൽ ക്രിസ്ത്യൻ മിഷണറിമാർ നൽകുന്ന സംഭാവന വലുതാണ്. അവരുടെ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാവാത്ത വിധം ഈ ഭേദഗതി ഉണ്ടാകുന്നതോടുകൂടി നടപ്പിലാകുന്നതോടുകൂടി അത് തിരിച്ചടിയായി മാറുമെന്നുള്ളതാണ് PK ബിജു പ്രധാനമായും പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സന്നദ്ധ സേവന സംഘടന RSS ആണ് എന്നുള്ളതാണ് RSS സംഘപരിവാർ നേതാക്കൾ അവകാശപ്പെടുന്നത്. എന്നാൽ അവർക്ക് ഈ ഭേദഗതിയുടെ അല്ലെങ്കിൽ നിയമത്തിൻ്റെ പരിധിയിലേക്ക് രജിസ്ട്രേഷൻ നടത്താൻ കഴിഞ്ഞിട്ടില്ല. അവർ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ രജിസ്ട്രേഷൻ നടത്താത്ത സ്ഥാപനങ്ങളുടെയൊക്കെ വിദേശ സംഭാവന നിയന്ത്രണം ഭേദഗതി ബിൽ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി RSSന് കീഴിലേക്ക് മറ്റ് സാമുദായിക മതസംഘടനകളുടെ എല്ലാം സ്വത്തുവകകളും എത്തിക്കാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത് എന്നുള്ളതാണ് PK ബിജു ആരോപിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഭേദഗതിക്കെതിരെ നിയമത്തിനെതിരെ